ഒരു 40 വയസ്സിന് ശേഷം നമ്മുടെ കാലുകളുടെയൊക്കെ ബലം കുറഞ്ഞു വരുന്നതോ അല്ലെങ്കിൽ ഞരമ്പുകൾ വളരെയധികം വീക്കായി വരുന്നതോ ഒക്കെ തന്നെ അനുഭവിക്കാറുണ്ട്. കൈകാലുകൾക്ക് എവിടെയെങ്കിലും കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞാൽ തരിപ്പും മരവിപ്പും അനുഭവപ്പെട്ടിട്ട് കാലിനടിയിൽ ഉറുമ്പരിക്കുന്നത് പോലെയൊക്കെ തന്നെയുള്ള ഒരു അവസ്ഥയോ ഒക്കെ തന്നെ നമുക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ നല്ല വേദന അനുഭവപ്പെടാം, ശരീരത്തിന് അതിയായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാം, അല്ലെങ്കിൽ കാഴ്ചമങ്ങൽ എന്നുള്ള പ്രശ്നം, ഓർമ്മക്കുറവ്, കേൾവി കുറവ്, അല്ലെങ്കിൽ രുചി, മണം, സ്പർശമൊക്കെ അറിയാനുള്ള കഴിവ് കുറയുക, ഇതൊക്കെ നമ്മുടെ നെർവിനെ ബാധിക്കുന്ന ന്യൂറോപ്പതിയാണ്. ഇതിനെ നമ്മൾ പെരിഫറൽ ന്യൂറോപ്പതി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പെരിഫറൽ ന്യൂറോപ്പതി വരുന്നത് ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സർവ്വസാധാരണമായിട്ട് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണപ്പെടാം. പക്ഷേ ഇത് മാത്രമല്ല, മറ്റുള്ള ഒരു ഒട്ടനേകം കാര്യങ്ങൾ കൊണ്ട്, ചില വൈറ്റമിനുകളുടെ കുറവ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി ശരിയല്ലാത്തത് കൊണ്ടൊക്കെ തന്നെ ഈ പ്രശ്നങ്ങൾ വരാം. 40 വയസ്സിനൊക്കെ ശേഷം നമ്മൾ പലപ്പോഴും വിചാരിക്കും വണ്ണം കൂടി വരുന്നു, എന്നാൽ പിന്നെ ഈ ആഹാരം ഒന്ന് കുറച്ചേക്കാം എന്ന്. ആഹാരം കുറയ്ക്കുക എന്നുള്ളതല്ല, അതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെ, ക്വാളിറ്റി ഒക്കെ നമ്മൾ നോക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതിൽ ദിവസവും ഇഡലിയും ദോശയും ഒക്കെ തന്നെ കഴിക്കുന്നതും നമ്മൾ ഈ അരി ആഹാരം കൂടുതൽ കഴിക്കുന്നത് കൊണ്ടും കാര്യമായിട്ട് നമ്മുടെ ശരീരത്തിന് ഒന്നും തന്നെ കിട്ടുന്നില്ല. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഇത്തരം നെർവുകളെയൊക്കെ പോഷിപ്പിക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ വളരെ അത്യാവശ്യമാണ്. അതിന് മരുന്നല്ല വേണ്ടത്, ആഹാരമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിനെ സഹായിക്കുന്ന ചില ആഹാരങ്ങളും ഔഷധങ്ങളും ആയുർവേദ ഔഷധവും ഏതൊക്കെ എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം. നിങ്ങൾക്കുള്ള വീഡിയോ ആണ്, വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ ഡോക്ടർ സജിത ദിജിൻ. ഇതിൽ ആയുർവേദത്തിൽ തന്നെ നമ്മൾ വളരെയധികം ന്യൂറോപ്പതിയിൽ അല്ലെങ്കിൽ ഇത്തരം നെർവ് സംബന്ധമായിട്ടുള്ള വീക്ക്നെസ് വരുന്ന അവസ്ഥയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് ജടാമാഞ്ചി എന്നുള്ളത്. ജടാമാഞ്ചി എപ്പോഴും മുടിക്ക് ഉള്ളു കൂടാനും മുടി വളരാനൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്നതായിരിക്കും. ഇതിന് പലവിധ ആരോഗ്യ ഗുണങ്ങളൂടെ ഉണ്ട്. പക്ഷേ ആയുർവേദ ശാസ്ത്രം സംജ്ഞാസ്ഥാപന ഔഷധങ്ങളുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ആയുർവേദത്തിലെ ഒരു ട്രാങ്ക്യുലൈസർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അതുപോലെ സംസ്കൃതത്തിലെ ജഡാമാംസി, ഭൂതജഡ, ജഡില, തപസ്വിനി, അങ്ങനെ ഒരുപാട് പേരുകളിൽ പറയുന്നുണ്ട്. മാംസി സ്വാദു കഷായാസ്യാദ് കഫ പിത്താസ്രനാശിനി വിഷമാരുത ഹൃത് ബല്യ ത്വച്യ കാന്തി പ്രസാദിനി എന്നുള്ളതും ഈ ജഡാമാഞ്ചിയെ കുറിച്ചിട്ട് തന്നെയാണ് വിവരിച്ചിട്ടുള്ളത്. ഇത് തുച്ഛമായിട്ടുള്ളതാണ്, അതായത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ചർമ്മ കാന്തി കൊടുക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടെയാണ്. ഇത് സ്കിന്നിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ മാറ്റാനായാലും അല്ലെങ്കിൽ നല്ലൊരു സ്കിൻ ടോണ് നമുക്ക് ഉണ്ടാക്കാൻ സഹായിക്കുന്ന, നല്ല വർണ്ണം അല്ലെങ്കിൽ നല്ല നിറം നൽകാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. ഒരുപാടേറെ ചർമ്മ പ്രശ്നങ്ങളിൽ ഇത് നല്ലൊരു ഔഷധമായിട്ട് ആയുർവേദം പറയുന്നുണ്ട്. അതുപോലെ ഇത് മസ്തിഷ്കത്തിന് ബലം കൊടുക്കാനും അല്ലെങ്കിൽ മസ്തിഷ്ക ജനിതക വികാരങ്ങളൊക്കെ ശമിപ്പിക്കാനും നിദ്രയുണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. അതായത് ഉറക്കക്കുറവ് വരുമ്പോഴാണ് നമുക്ക് ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത് അല്ലേ. ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ നിങ്ങൾ ശരിയായിട്ടൊന്നും ഉറങ്ങിയിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസമുള്ള ഈ തരിപ്പും മരവിപ്പും വേദനയും എല്ലാം കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ദീപനപാചനമായിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ട്, മൂത്രളമാണ്. ദീപനപാചനം എന്ന് പറയുമ്പോൾ നമ്മുടെ ദഹനമൊക്കെ ശരിയായിട്ട് നടത്താൻ, വിശപ്പില്ലായ്മ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ സഹായിക്കുന്നതാണ്. മൃദുവായ വിരേചനം ഉണ്ടാകുന്നതും വാതാനുലോമമായിട്ടുള്ള ഒരു ആക്ഷനും കൂടി ഉണ്ട് കേട്ടോ. വേദന കുറയ്ക്കാനും അതുപോലെ ഹൃദയപേശികളെ ബലപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. രക്തപ്രവാഹം കാര്യക്ഷമമാക്കുന്നുണ്ട്. അതുപോലെ ശരീരത്തിന് നല്ല കുളിർമ ഉണ്ടാക്കുന്നുണ്ട്. സ്ത്രീകളിലെ ആർത്തവം നിന്നതിന് ശേഷമുള്ള ശാരീരിക അസുഖങ്ങൾക്കും മാനസിക വിഭ്രാന്തിക്കും ഒക്കെ ഇത് വളരെ ഫലപ്രദമായിട്ടുള്ളതാണ്. സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹിസ്റ്റീരിയോ എപ്പിലെപ്സി എന്നീ രോഗങ്ങൾക്കൊക്കെ ഫലപ്രദമാണെന്ന് തെളിയിച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ വേരാണ് നമ്മൾ ഉള്ളിലേക്ക് ഉപയോഗിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ഇതിൽ ഉപയോഗിക്കുന്നതിലുണ്ട്. നമ്മൾ രക്തസമ്മർദ്ദം കൂടുതലായിട്ട്, അതായത് ബ്ലഡ് പ്രഷർ കൂടിയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർത്തവ സമയത്ത് അമിതമായിട്ട് ബ്ലീഡിംഗ് ഉള്ള ആളുകളും ഒന്നും തന്നെ ഇത് ഉപയോഗിക്കുന്നത് നല്ലതല്ല. പിന്നെ പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ, മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിലും അല്ലെങ്കിൽ ഗർഭിണികൾക്കും ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ഇത് നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എപ്പോഴും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതുപോലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളിലും അതുപോലെ ചില മരുന്നുകളുടെ കൂടെ കഴിക്കുമ്പോഴൊക്കെ ഇതിന് ബുദ്ധിമുട്ട് വരാറുണ്ട് ശരീരത്തിന്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇത് നിങ്ങൾക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് എണ്ണ ഉണ്ടാക്കി ഉപയോഗിക്കുക എന്നുള്ളത്. രക്തപിത്തഹരഗജ കഷായം അല്ലെങ്കിൽ ജടാമയാദി ലേപം തുടങ്ങി അങ്ങനെ ഒരുപാടേറെ ഫോർമുലേഷൻസ് നമ്മൾ ആയുർവേദത്തിലുണ്ട്. അതിലൊക്കെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് ഓയിൽ ഉണ്ടാക്കുന്ന സമയത്തായാലും അല്പം ഓയിലിൽ നമ്മൾ ഈ ജടാമാഞ്ചി ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് പൊടിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ വേരാണ് ഉപയോഗിക്കുന്നത്. അപ്പം നല്ല നമുക്ക് അങ്ങാടിക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും.
അത് എണ്ണയിലിട്ട് വെച്ചിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇങ്ങനെ ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ട് ഒരു 7 ദിവസമൊക്കെ തന്നെ വെയിൽ കിട്ടുന്ന രീതിയിലുള്ള ഭാഗത്ത് കുപ്പിയുടെ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബോട്ടിലുണ്ടല്ലോ അതിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ദേഹത്തൊക്കെ അപ്ലൈ ചെയ്യാനും അതുപോലെ മുടിയിലേക്ക് സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തൊക്കെ കഴിഞ്ഞാൽ മുടി നല്ല സിൽക്കി ആയിട്ട് വരാനും അല്ലെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ തടയാനും നന്നായിട്ട് മുടി വളരാനൊക്കെയുള്ളൊരു കാര്യം കൂടിയാണ് ഈ ഒരു എണ്ണ. അതുപോലെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ശരീരത്തിൽ ഉണ്ടാവുന്ന ഇത്തരം ചൂടിനെ അകറ്റാനൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഉറക്കം വരുത്താനും നല്ല ശരീരത്തിന് തന്നെ ഒരു കുളിർമ തരാനൊക്കെ സഹായിക്കുന്നതാണ്. നീര്, വേദന, വ്രണം എന്നിവയിലൊക്കെ ജടാമാഞ്ചിയുടെ വേര് അരച്ച് പൂച്ചിടാറുണ്ട് കേട്ടോ. പൂച്ചിടുക എന്ന് വെച്ചാൽ നമ്മൾ അരച്ച് ലേപ്പമായിട്ട് ഇടുന്നത് നന്നായിട്ട് ഈ അസുഖം കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ സന്നിപാത ജ്വരത്തിലൊക്കെ മറ്റുള്ള പലവിധ ജ്വരങ്ങളുണ്ട്, അതായത് പനിയുടെ പല വകഭേദങ്ങളുണ്ട്. ഇതിൽ ജടാമാഞ്ചിയുടെ ചേർത്ത് കഷായം വെച്ച് കൊടുത്താലൊക്കെ തന്നെ ശരീര താപം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായാലും അതുപോലെ ഉറക്കക്കുറവൊക്കെ മാറ്റാനൊക്കെ സഹായിക്കുന്നതാണ്. പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ഈ നെർവ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ തരിപ്പും വേദനയും മാത്രമാണെന്ന്. അല്ല, നമുക്ക് വയറിനായാലും അതുപോലെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിനായാലും മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം, നമ്മുടെ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിന് ഒട്ടനേകം നെർവുകളുണ്ട്. അതിൽ സെർവിക്കൽ, തൊറാസിക്, അതുപോലെ ലംബാർ, സാക്രൽ, കോക്സിജിയൽ തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം, അതിൽ തന്നെ വാഗസ് നെർവ് എന്നുള്ളത് നമ്മുടെ മസ്തിഷ്കത്തിനെയും അതുപോലെ നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ വളരെയധികം പങ്ക് വഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ ചിലർക്ക് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഞരമ്പുകളൊക്കെ ക്ഷയിച്ച് തുടങ്ങുമ്പോൾ കാലിലും കയ്യിലും ഇങ്ങനെയുള്ള വേദനയും പെരുപ്പും ഒന്നും അല്ല അനുഭവപ്പെടുക. അവർക്ക് ചിലപ്പോൾ വയറിളക്കം പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമായിട്ട് കാണപ്പെടാം, അങ്ങനെയുള്ള ദഹനം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടാം, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പേശികൾ ശരിയായിട്ട് പ്രവർത്തിക്കാതെ വരികയും ശരിയായിട്ടുള്ള രക്തചംക്രമണം നടക്കാണ്ട് വരികയും ഒക്കെ ചെയ്യാം. ചെറിയൊരു ടച്ച് ആണെങ്കിൽ പോലും ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അമിതമായിട്ട് നമുക്ക് വേദന അനുഭവപ്പെടുക, അലോഡൈനിയ എന്നുള്ള ഒരു കണ്ടീഷൻ. ഇങ്ങനെ നെർവിന് വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പല പല പ്രശ്നങ്ങൾ അനുഭവപ്പെടും. അതുപോലെ തന്നെ പുരുഷന്മാരിലാണെങ്കിൽ ഉദ്ധാരണശേഷി കുറവ് അനുഭവപ്പെടാം. അതിപ്പം ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിലും അവർക്ക് നെർവിൽ വരുന്ന വീക്ക്നെസ് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലുള്ള മറ്റുള്ള കാരണങ്ങൾ കൊണ്ടോ നിങ്ങളുടെ നാഡീഞരമ്പുകൾക്ക് ക്ഷതം സംഭവിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലുള്ള ഉദ്ധാരണക്കുറവ് കാണാറുണ്ട്. ഓർമ്മക്കുറവ് സ്വാഭാവികമായിട്ടുള്ളതാണ്, പക്ഷേ എങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ഒരു പ്രശ്നം വരാം. ഒരു കാര്യം ചിന്തിച്ച് അടുത്ത റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ എന്തിനാണ് വന്നത് എന്നുള്ളത് ഓർമ്മ കിട്ടാതിരിക്കുക. അതേ സ്ഥലത്ത് വീണ്ടും പോയി കഴിഞ്ഞാൽ പിന്നീട് അത് കുറച്ച് സമയമെടുത്ത് ഓർത്തെടുക്കാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ നാഡീഞരമ്പുകൾ ക്ഷയിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ കേൾവിക്കുറവ്, കാഴ്ചക്കുറവ് തുടങ്ങിയിട്ടുള്ള എല്ലാം തന്നെ നെർവുകൾ ക്ഷയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രായം കഴിഞ്ഞാൽ സാധാരണയായിട്ടും ഇതൊരു സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഒന്ന് നന്നായിട്ട് പോഷിപ്പിക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ തിരഞ്ഞെടുക്കണം. അതിൽ വൈറ്റമിൻ B12 ഒരു പ്രത്യേക പങ്കുണ്ടോ. വൈറ്റമിൻ ബി അല്ലെങ്കിൽ വൈറ്റമിൻ ബി കോംപ്ലക്സ് ഇതിൽ എല്ലാ ആഹാരങ്ങളും നമ്മൾ ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ചും ഇത് വെജിറ്റേറിയൻസിനാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കാണാറുള്ളത്. അപ്പോൾ നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നില്ല എന്നെങ്കിൽ ഇതിനെ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കേണ്ടി വരും. ഇനി നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇറച്ചി, മീൻ, മുട്ട അല്ലെങ്കിൽ പാല്, തൈര് തുടങ്ങിയിട്ടുള്ളതും ചീസ്, വെണ്ണ തുടങ്ങി പാൽ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ നട്ട്സുകൾ, മുഴുവനായിട്ടുള്ള തവിട് കളയാത്ത ധാന്യങ്ങൾ മുഴുവനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ എല്ലാം തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും. അതുപോലെ നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയാസിനെ ശരിയാക്കുന്ന രീതിയിലുള്ള പ്രോബയോട്ടിക് ഫുഡുകളിൽ ഈ പാല്, തൈര്, ഉപ്പിലിട്ടത് പോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടി വരും. അതുപോലെ തന്നെ ഫെറിറ്റിൻ അടങ്ങിയിട്ടുള്ളതും സിങ്ക്, ഫെറിറ്റിനും ഒക്കെ തന്നെ വളരെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് HB നോക്കിയതുകൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങൾ സിങ്കോ ഫെറിറ്റിനോ നോക്കണം, അല്ലെങ്കിൽ വൈറ്റമിൻ D നോക്കണം. ഇതൊക്കെ മുടി കൊഴിച്ചിലും പ്രശ്നങ്ങളും ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ജോയിന്റ് പെയിൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഇത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണെന്ന് ചിന്തിച്ചിരിക്കാതെ ഇത്തരം വൈറ്റമിൻസ് ഒക്കെ ശരിയായ അളവിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. സിങ്കു, സെലീനിയം ഒക്കെ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ള കറക്റ്റായിട്ട് അളവിലുണ്ടോ എന്നുള്ളത് നോക്കണം. കാരണം സെലിയം കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ് ബ്രസീൽ നട്ട് എന്നുള്ളത്. ഇതുപോലെ omega-3 അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ, അത് നല്ല മീനുകളൊക്കെ തന്നെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിൽ ഉള്ള ഇത്തരം ബുദ്ധിമുട്ടുകളെ മാറ്റാൻ ചില ബോഡി എപ്പോഴും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക എന്നുള്ളതാണ്. അതിലൊന്ന് പവന മുക്താസനയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രീ പോസ് അല്ലെങ്കിൽ വൃക്ഷാസന എന്ന് പറയും. ഉത്കടാസന ചെയ്യുന്നത് നല്ലതാണ്, അതായത് ചെയർ പോസ്, വീരഭദ്രാസന. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാലിലേക്കുള്ള രക്തപ്രവാഹമൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതുകൊണ്ടും നാഡീഞരമ്പുകൾ ബലപ്പെടുത്താൻ സഹായിക്കുന്നത് കൊണ്ടും ഒക്കെ തന്നെ കാലുകൾ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ
ഇത്തരം മരവിപ്പ് പ്രശ്നങ്ങളൊക്കെ മാറും. ഒരുപാട് സമയം ഇരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും മരവിപ്പ് ഉണ്ടാവും. പക്ഷെ ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. പിന്നെ നമ്മൾ ലാപ്ടോപ്പിന് മുന്നിലൊക്കെ ഒരുപാട് സമയം ഇരുന്ന് വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ പ്രശ്നം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അത് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ പൊട്ടാസ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള വാഴപ്പഴം പോലുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ബീട്രൂട്ടിൽ ധാരാളം നൈട്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്, അത് നമുക്ക് കഴിക്കാം. അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ഉപയോഗിക്കുന്നത് ട്രിപ്റ്റോഫാൻ എന്ന അമൈനോ ആസിഡ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ മദ്യവും പുകവലിയും ഒക്കെ തന്നെ ഒഴിവാക്കാനും കൂടെ ശ്രദ്ധിക്കണം. പിന്നെ പ്രമേഹം വിട്ടുമാറാത്തവരാണെങ്കിൽ അതൊന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതും, അതുപോലെ അധികമായിട്ടുള്ള ഭാരം, ശരീരഭാരം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നതും നാഡികളുടെയും പേശികളുടെയും ഒക്കെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാൽസ്യം, പൊട്ടാസ്യം ഒക്കെ ഉള്ള കാര്യങ്ങൾ ഭക്ഷണമായിട്ട് കഴിക്കുന്നത്, അതിൽ വാഴപ്പഴം, ഓറഞ്ച്, മാതള നാരങ്ങ, പ്ലം ഒക്കെ നല്ല പൊട്ടാസ്യത്തിൻ്റെ ഉറവിടങ്ങളാണ്. പാല്, ഇലക്കറി, മുട്ട ഇതൊക്കെ കാൽസ്യം അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ വൈറ്റമിൻ B6 ഒക്കെ അടങ്ങിയിട്ടുള്ള അതൊക്കെ നമ്മുടെ തലച്ചോറിൽ നിന്ന് ശരീരത്തിലേക്കുള്ള ആ നാഡികളെയൊക്കെ തന്നെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഓരോ നാഡിക്കും ഒരു മൈലിൻ കവചമുണ്ട്. ഇതൊരു സംരക്ഷണ കവചമാണ്. അപ്പോൾ ഈ മൈലിൻ ഷീത്ത് ആരോഗ്യകരമായിട്ട് നിലനിർത്തുന്നതിന് വൈറ്റമിൻ B12 ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പങ്ക് തന്നെയുണ്ട്. അതുപോലെ നമ്മുടെ നാഡീഞരമ്പുകളെയൊക്കെ തന്നെ നന്നായിട്ട് ആക്റ്റീവാക്കി വെക്കാൻ സഹായിക്കുന്ന ചില ഔഷധ പ്രയോഗങ്ങൾ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറുന്തോട്ടിയും അശ്വഗന്ധയും അതുപോലെ ശതാവരിയെ കുറിച്ചിട്ടൊക്കെ തന്നെ. അത് കാണാത്തവർ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ, കണ്ടു നോക്കുക. കാരണം നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ചെയ്യാൻ എളുപ്പമുള്ളതുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരമുള്ള ഇൻഫർമേഷൻ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരിലേക്കും എത്തിപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്യണേ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.